നമസ്കാരം. വീണയും തായ്ക്കണ്ടി കുടുംബവും അട്ടപടലം പെട്ടു. CMRന്റെ കടയും കച്ചവടവും പൂട്ടും. കേരളത്തെയും തീരദേശ ജനതയെയും വിറ്റുതിന്ന് കൊഴുത്തവർ അഴിയെണ്ണാൻ പോകുന്നതിന്റെ ആദ്യ സൂചനകൾ പുറത്തു വന്നു കഴിഞ്ഞു. ചിദംബരത്തെയും മകനെയും ഒക്കെ പൂട്ടിയ സിംഹക്കുട്ടിയുടെ ഇന്നലത്തെ മിന്നൽ നീക്കത്തിൽ പൊളിഞ്ഞത് പിണറായിയും കർത്തയും ചേർന്ന് പടുത്തുയർത്തിയ പ്രതിരോധ കോട്ടകളാണ്. കൂട്ടിന് ഇഡിയും ചേർന്നപ്പോൾ ഇരട്ടച്ചങ്കം മൊഴി നൽകിയ ചുണ്ടുകളും വിറച്ചു തുടങ്ങി. വാഴ്ത്തുപാട്ടുകാരുടെ വായ്ത്താരികൾ സമ്മാനിച്ച കരുത്ത് പിണറായിക്ക് ഇപ്പോൾ സ്വന്തം നിഴലിനെ പോലും നേരിടാനാകാത്ത വിധം ഒലിച്ചുപോയി കഴിഞ്ഞു. ഇന്നലെ ക്ലിഫ് ഹൗസിൽ കണ്ടത് നിലയ്ക്കാത്ത ഫോൺ വിളികളും ചുവന്നു കലങ്ങിയ കണ്ണുകളും മാത്രം. പുത്രി വാത്സല്യത്താൽ നികർഷ്ടനായി തീർന്ന പിണറായിയിൽ നിന്ന് ഇന്നലെ ഉയർന്നത് നിസ്സഹായനായ ഒരു പിതാവിന്റെ പരിവേദനങ്ങളായിരുന്നു. ഇരട്ടച്ചങ്കൻ ഇരട്ടക്കിഴങ്ങനാകുന്ന യഥാർത്ഥ കാഴ്ച. അന്വേഷണ ഏജൻസിയുടെ ഇന്നലത്തെ നീക്കം ആരും പ്രതീക്ഷിച്ചതല്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കുമായി ഇടപാടുകൾ നടത്തിയ CMRL കമ്പനിയുടെ ആലുവയിലെ കോർപ്പറേറ്റ് ഓഫീസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ റെയ്ഡിൽ കിട്ടിയത് നിർണായക രേഖകളും പരസ്പര വിരുദ്ധ മൊഴികളുമാണെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതെല്ലാം വിലയിരുത്തി SFIO അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ്. പിടിച്ചെടുത്ത രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പരിശോധിക്കും. വീഴ്ചകൾ തെളിഞ്ഞാൽ അവരും കേസെടുക്കും. മാസപ്പടി അന്വേഷണത്തിൽ വീണ വിജയനെയും CMRലെ ഡയറക്ടർമാരെയും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം എത്തുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. റെയ്ഡ് ഇന്നും തുടരുകയാണ്. തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് ആരംഭിച്ച പരിശോധന വൈകിട്ട് 3 മണി വരെ നീണ്ടിരുന്നു. SFIO ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനയ്ക്കെത്തിയത്. പരിശോധനാ സമയത്ത് ജീവനക്കാർക്ക് ഫോൺ ഉപയോഗിക്കുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. വീണയുടെ കമ്പനിയുമായി നടത്തിയ പണമിടപാട് സംബന്ധിച്ച് ജീവനക്കാരുടെ മൊഴികളും എടുത്തു. നിരവധി രേഖകളും SFIO സംഘം ശേഖരിച്ചതായാണ് പുറത്തുവരുന്ന വിവരം. IT സേവനത്തിന്റെ പേരിൽ 1.72 കോടി രൂപ CMRL വീണയുടെ കമ്പനിക്ക് നൽകിയതാണ് വിവാദമായത്. കേസിന്റെ ഗുരുതര സ്വഭാവം കണക്കാക്കി കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് SFIOയ്ക്ക് അന്വേഷണം കൈമാറിയത്. SFIO റെയ്ഡിനെത്തിയപ്പോൾ ED ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടായിരുന്നു. 5.5 മണിക്കൂർ സമയമാണ് SFIO സംഘം CMRന്റെ ഓഫീസിൽ പരിശോധന നടത്തിയത്. ഏറെ വൈകാതെ വീണ വിജയന് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തും. സേവനമൊന്നും നൽകാതെ എക്സാലോജി കമ്പനിക്ക് CMRL പണം നൽകിയത് എന്തിനാണെന്ന ചോദ്യമാണ് പ്രധാനമായും SFIO പരിശോധിക്കുന്നത്. പരാതിയിൽ അന്വേഷണം നടത്താൻ 8 മാസത്തെ സമയമാണ് അനുവദിച്ചിരിക്കുന്നതെങ്കിലും മിന്നൽ വേഗത്തിലാണ് SFIO സംഘം അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇന്നലത്തെ CMRന്റെ ഓഫീസിലെ റെയ്ഡ് സ്വപ്നത്തിൽ പോലും പിണറായി വിജയനോ കരിമണൽ കർത്തയോ പ്രതീക്ഷിച്ചിരുന്നതല്ല. ഒന്നിലേറെ കേന്ദ്ര ഏജൻസികളിൽ നിന്നുള്ള അന്വേഷണ വിദഗ്ധരെ ഉൾപ്പെടുത്തിയാണ് 12 അംഗ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. SFIO സംഘത്തെ കൂടാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്നും ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയാണ് 12 അംഗ സംഘം ഇന്നലെ റെയ്ഡിനെത്തിയത്. CMRL, എക്സാലോജിക്, KSIDC എന്നിവരുടെ മൊഴിയെടുക്കും. ഇതിനുള്ള നടപടികളാണ് SFIO ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ആദായ നികുതി വകുപ്പ് ഇന്റർനെറ്റ് സെറ്റിൽമെന്റ് ബോർഡിന് മുമ്പാകെ CMRL കമ്പനി ചീഫ് ഫിനാൻസ് ഓഫീസറും മറ്റ് ജീവനക്കാരും നൽകിയ മൊഴികളിലെ വസ്തുതകൾ അന്വേഷണത്തിന് മുന്നോടിയായി SFIO ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രാഥമിക പരിശോധന കമ്പനിയുടെ ആലുവയിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലും മുപ്പത്തടത്തെ ഫാക്ടറി എന്നിവിടങ്ങളിലും ഇന്നലെ നടത്തിയിരുന്നു. CMRL ഉടമ കർത്തയെയും ചോദ്യം ചെയ്യും. എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമേ അറസ്റ്റിലേക്ക് കടക്കൂ. ആദായ നികുതി വകുപ്പിന് CMRL കമ്പനി സമർപ്പിച്ച കണക്ക് പ്രകാരം 2016 മാർച്ച് 31-ന് 7.7 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായിരുന്ന കമ്പനി 2023 മാർച്ച് 31 ആയപ്പോഴേക്കും 73.4 ലക്ഷം കോടി രൂപയുടെ അറ്റാദായം നേടി. ഈ ബിസിനസ് വളർച്ചയ്ക്ക് സഹായിച്ച ഘടകങ്ങളും SFIO പരിശോധിക്കും. CMRലെ റെയ്ഡ് അതിനിർണായകമാണ്. പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണത്തിന്റെ തണലിലാണ് ഈ നേട്ടങ്ങൾ കർത്തയുടെ കമ്പനി ഉണ്ടാക്കിയതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ ബംഗളൂരു, ചെന്നൈ റീജിയണൽ ഓഫീസുകളാണ് ഈ കേസ് ഇതുവരെ അന്വേഷിച്ചിരുന്നത്. ഇവരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം SFIOയ്ക്ക് കൈമാറിയത്. CMRL വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനും വീണയ്ക്കും നൽകിയ മാസപ്പടി കൂടാതെ CMRL കർത്തയുടെ ഭാര്യ ജയ ശശിധരൻ കർത്തയുടെ കമ്പനിയായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന് ലഭിച്ച തിരിച്ചടയ്ക്കേണ്ടാത്ത അൺസെക്യൂർഡ് ലോണായി ലഭിച്ച 77 ലക്ഷം രൂപയെക്കുറിച്ചും SFIO അന്വേഷണം നടത്തും. ജയ ശശിധരൻ കർത്തയുടെ സഹോദരന് 1ാം പിണറായി സർക്കാരിൽ മന്ത്രിസ്ഥാനം ലഭിച്ചതിന്റെ പ്രതിഫലമായിട്ടാണ് 77 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലേക്ക് തിരിച്ചടയ്ക്കേണ്ടാത്ത ലോണായിട്ട് എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് നൽകിയതെന്ന ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇത് സംബന്ധിച്ചും SFIO അന്വേഷണം നടത്തുന്നത്. ഇത്തരത്തിൽ കൊടുക്കൽ വാങ്ങലുകൾ തെളിഞ്ഞാൽ SFIOയ്ക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും പുറമെ CBIയും അന്വേഷണത്തിനെത്തും. അത് പിണറായി വിജയനെ സംബന്ധിച്ച് വലിയ കുരുക്കാവുകയും ചെയ്യും. വീണ വിജയനും പിണറായി വിജയനും ചെന്നെത്തുന്നത്
തീഹാർ ജയിലിലായാൽ അതിശയപ്പെടാനുമില്ല. PC ജോർജിന്റെ മകൻ ഷോൺ ജോർജിന്റെ ഇടപെടലുകൾ ഈ കേസിൽ ഇപ്പോഴും അതിനിർണായകമായി തന്നെ നിൽക്കുകയാണ്. PC ജോർജ് മകനും BJP-യിൽ ചേർന്നതോടെയാണ് മിന്നൽ വേഗത്തിൽ SFIOയ്ക്ക് അന്വേഷണം കൈമാറിയതും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ അതിന് തൊട്ടു പിന്നാലെ CMRലെ ഓഫീസിൽ റെയ്ഡ് തുടങ്ങിയതും. കേരളത്തിലെ ലോക്സഭാ സീറ്റുകളെ സംബന്ധിച്ച് പിണറായി വിജയനും BJP കേന്ദ്ര നേതൃത്വവും തമ്മിൽ ധാരണയിൽ എത്തിയില്ലെങ്കിൽ പിണറായി വിജയന്റെ മകളും പിണറായി വിജയനും അഴിക്കുള്ളിലാകുമെന്ന കാര്യം നിസ്സംശയം പറയാം.